പെരിയയിലെ ചോരപ്പാടുകൾക്ക് 7 വയസ്സ്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഓർമ്മകളിൽ വിങ്ങലോടെ നാട്. കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച പെരിയ ഇരട്ട കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് 7 വർഷം. യൂത്ത് കോൺഗ്രസിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയ 2019 ഫെബ്രുവരി 17 ഓർമ്മപ്പെടുത്തലായി ഇന്ന് നാടെങ്ങും ബലിദാന ദിനം ആചരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഇരകളായാണ് കൃപേഷിനെയും ശരത് ലാലിനെയും കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ തങ്ങൾക്ക് വിധേയപ്പെടാത്തവരെയും തങ്ങളുടെ ആജ്ഞകൾ അനുസരിക്കാത്തവരെയും ഉന്മൂലനം ചെയ്യുക എന്ന CPM ശൈലിയുടെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു പെരിയയിലെ കൊലപാതകം. രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചോദ്യം ചെയ്യുന്നവരെ കായികമായി നേരിടുകയും ചെയ്യുന്ന കിരാത നടപടിയാണ് അന്ന് കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ അരങ്ങേറിയതെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 കല്യാട്ട് കുരാങ്കര റോഡിൽ വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. ജീപ്പിലെത്തിയ സംഘം ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഇരുവരെയും വെട്ടുകയായിരുന്നു. കൃപേഷ് സംഭവസ്ഥലത്ത് വെച്ചും ശരത് ലാൽ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയുമാണ് മരിച്ചത്. തങ്ങളുടെ രാഷ്ട്രീയ ആധിപത്യത്തിന് വഴങ്ങാത്ത ചെറുപ്പക്കാരെ കൊന്നൊടുക്കി ഭീതി പടർത്താനുള്ള ശ്രമമായിരുന്നു അന്നത്തെ സംഭവമെന്ന് അനുസ്മരണ യോഗങ്ങളിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കൊലപാതകത്തിന് ശേഷം പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി നടത്തിയ ശ്രമങ്ങളും CBI അന്വേഷണം തടയാൻ സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി സുപ്രീം കോടതി വരെ പോയതും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പെരിയയിലെ മണ്ണിൽ വീണ ചോരയ്ക്ക് നീതി ലഭിക്കാൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം നടത്തിയ നിയമ പോരാട്ടം കേരള ചരിത്രത്തിലെ തന്നെ അപൂർവ ഏടാണ്. 7 വർഷങ്ങൾക്കിപ്പുറവും ആ നോവും മായാതെ CPM അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ട വീര്യമായി ഈ ദിനം ആചരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.